रघुपति राघव राजा राम, पतित पावन सीताराम। रघुपति राघव राजा राम, पतित पावन सीताराम। രാവിലെയാണ് അദ്ദേഹം കടലിൽ പോയി കുളിച്ചു വെള്ളമെടുത്ത് ഉപ്പ് കൊടുക്കുന്ന ചരിത്ര ഏടുകളിൽ ഏറ്റവും നിർണായകമായ ചരിത്ര മുഹൂർത്തം കുറിച്ചിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ദണ്ഡിയാത്രയുടെയും ഉപ്പ് സത്യാഗ്രഹത്തിന്റെയും 95-ാം വാർഷികത്തിലാണ് ഗാന്ധിജിയെ അന്ന് നയിച്ചതുപോലെ ഗാന്ധിജിയും അതോടൊപ്പം 78 സന്നദ്ധ ഭടന്മാരും അനുയായികളും ചേർന്ന് ഈ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ പുണ്യഭൂമിയിൽ നിന്ന് ശംഖുമുഖം കടപ്പുറത്തേക്ക് മാർച്ച് ചെയ്തു. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് എത്രയോ ആളുകൾ ഒരു ദണ്ഡി മാർച്ചിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. ഏതിനും ശരി, ഈ പരിപാടി ആരംഭിക്കുന്നതിന് വേണ്ടി KPCCയുടെ പ്രസിഡന്റ് നിർദ്ദേശം തന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ, ഗാന്ധി ദർശൻ സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ വഞ്ചൂർ രാധാകൃഷ്ണൻ, അതോടൊപ്പം തന്നെ KPCCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ ലിജു അവർകളെ, അതുപോലെ തന്നെ ബഹുമാന്യനായ KPCCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുബോധൻ അവർകളെ, ബഹുമാന്യനായ KPCCയുടെ മുൻ വൈസ് പ്രസിഡന്റും XMLAയുമായ ശ്രീ ശരജത് പ്രസാദ് അവർകളെ, അതുപോലെ തന്നെ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളായ ശ്രീ ഗംബർ നാരായണൻ അവർകളെ, അതോടൊപ്പം തന്നെ മറ്റൊരു ഭാരവാഹിയായ ബഹുമാന്യനായ ശ്രീ പരശുവയ്ക്കൽ രാധാകൃഷ്ണൻ അവർകളെ, ബഹുമാന്യനായ ശ്രീമതി നദീറ സുരേഷ് അവർകളെ, ബഹുമാന്യനായ ശ്രീ പള്ളിക്കൽ മോഹൻ അവർകളെ, അതുപോലെ തന്നെ ഈ സംരംഭത്തിന് ഇവിടെ രക്തസാക്ഷി മണ്ഡപം മുതൽ ശംഖുമുഖം വരെ പദയാത്ര നടത്താൻ എത്തിച്ചേർന്നിട്ടുള്ള സമാദരണീയരായ വാളണ്ടിയേഴ്സ്, അതുപോലെ തന്നെ ഈ ചടങ്ങ് വീക്ഷിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിവിധ തലങ്ങളിലുള്ള ഭാരവാഹികളെ, അതോടൊപ്പം തന്നെ ഈ സംരംഭം, ഈ പരിപാടി ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതിന് ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള ഏറെ ബഹുമാന്യരായ മാധ്യമ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഗുരുജനങ്ങളെ, സഹോദരന്മാരെ, നേരത്തെ ഇവിടെ ശ്രീ വഞ്ചൂർ രാധാകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ദണ്ഡി യാത്ര നടന്നിട്ട് ഇന്നേക്ക് 95 വർഷം തികയാണ്. 1930 മാർച്ച് 12 ആരംഭിച്ച സബർമതി കടപ്പുറത്ത് നിന്നും ആരംഭിച്ച ദണ്ഡി യാത്ര 24 ദിവസം പിന്നിട്ട് ഏപ്രിൽ മാസം 5-ാം തീയതി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. അന്നേ ദിവസത്തിന് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസമാണ് ദണ്ഡി കടപ്പുറത്ത് ഉപ്പുകുറുക്കൽ സംരംഭം നടന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പുനരാവിഷ്കരണം എന്നുള്ളതിലേക്കാണ് ഗാന്ധി ദർശൻ സമിതി ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പിന്നെ നിരവധി ആളുകൾ ഈ ചടങ്ങ് വീക്ഷിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് സമാദരണീയനായ KPCCയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ MP അവർ അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിൻ്റെ പേരിൽ, ഗാന്ധി ദർശൻ സമിതിയുടെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ KPCCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M. ലിജു, അദ്ദേഹത്തെ ഗാന്ധി ദർശൻ സമിതിയുടെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേരുടെ പേരിലും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുബോധൻ അവർ, അദ്ദേഹത്തെ ഗാന്ധി ദർശൻ സമിതിയുടെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേരുടെ പേരിലും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുൻ MLAയും മുൻ KPCCയുടെ വൈസ് പ്രസിഡന്റുമായ ശ്രീ T. ശരജത് പ്രസാദ് അവർകളെ ഗാന്ധി ദർശൻ സമിതിയുടെ പേരിൽ, അദ്ദേഹം ഇതിൻ്റെ ഒരു അംഗം തന്നെയാണ്, എന്നാലും ഔപചാരികതയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ഈ ഗാന്ധി ദർശൻ സമിതിയുടെ പേരിലും അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേരുടെ പേരിലും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളായ ശ്രീ ഗംബർ നാരായണൻ അവർകളെ,
ഗാന്ധി ദർശൻ സമിതിയുടെ പേരിൽ മുഴുവൻ പേരുടെ പേരിലും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായ ശ്രീ പരശുവയ്ക്കൽ രാധാകൃഷ്ണൻ അവർകളെ ഈ സംഘടനയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യായ ശ്രീമതി നദീറ സുരേഷ് അവർകളെ ഈ ചടങ്ങിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ശ്രീ പള്ളിക്കൽ മോഹൻ അവർകളെ സംസ്ഥാന ഭാരവാഹി, അദ്ദേഹത്തെ ഈ സമിതിയുടെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേരുടെ പേരിലും സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സേവ്യർ ലോക്കസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ബഹുമാന്യനായ ശ്രീ ടി ബഷീർ അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ രണ്ടുപേരെയും ഈ സമിതിയുടെ പേരിലും മുഴുവൻ പേരുടെ പേരിലും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ വത്സലകുമാറിനെ ഈ സമിതിയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേരുടെ പേരിലും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. NGO അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചവറ ജയകുമാറിനെ ഈ സമിതിയുടെ പേരിലും അതോടൊപ്പം തന്നെ ഇവിടെ കൂടി നിൽക്കുന്ന മുഴുവൻ പേരിലും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും നിസ്സാരമായ ഒരു വസ്തുവായ ഉപ്പിൻ്റെ നികുതിക്കെതിരെ സമരം ചെയ്യുന്ന അത്ര പ്രസക്തിയുള്ള കാര്യമാണോ എന്നുള്ള ഒരു സംശയമാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടായത്. അപ്പോൾ ഗാന്ധിജി അതിനെക്കുറിച്ച് പറഞ്ഞത്, ഉപ്പിനെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഏറ്റവും നിസ്സാരമായ വസ്തുവായി കാണുമെങ്കിലും മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിഭാജ്യമായ ഘടകമാണ് ഉപ്പ്. അത് സമുദ്രത്തിൻ്റെ സത്തയാണ്. അപ്പോൾ ആ ജനജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ആത്മാവിൻ്റെ, അവരുടെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന, ആഹാരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഉപ്പിന്മേൽ നികുതി അടിച്ചേൽപ്പിക്കുക എന്നതിനെ ചെറുക്കേണ്ടത് ചരിത്രപരമായ ആവശ്യമാണ് എന്നാണ് ഗാന്ധി പ്രഖ്യാപിച്ചത്. 78 യാത്രികരാണ് ആ ദണ്ഡയാത്രയിൽ അദ്ദേഹത്തോടൊപ്പം അണിചേർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു അമേരിക്കൻ പത്രപ്രവർത്തകയുടെ ദണ്ഡയാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു യാത്രാ വിവരണത്തിൽ, ഇപ്പോൾ ദണ്ഡയാത്ര ഗുജറാത്തിൽ നടക്കുന്ന സമയത്ത് തന്നെ രാജ്യത്താകമാനം ദണ്ഡയാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമര പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബോംബെയിലെ ഉപ്പ് ഗോഡൗണിലേക്ക് നടന്ന സമരം, ആ ഉപ്പ് ഗോഡൗണിലേക്ക് നടന്ന സമരത്തെ റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയാണ്: രാവിലെ മുതൽ കോൺഗ്രസിൻ്റെ സമരഭടന്മാർ ത്രിവർണ്ണ പതാകയുമായി ആ ബോംബെയിലെ ഉപ്പ് ഗോഡൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഗോഡൗണിൻ്റെ മുമ്പിലെത്തുമ്പോൾ അവിടെ ബ്രിട്ടീഷ് പോലീസുണ്ട്, കുതിരപ്പടയാളികളും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് പോലീസുമുണ്ട്. വരിവരിയായി നടന്നു വരുന്ന ആളുകളെ ആദ്യ സത്യാഗ്രഹിയെ അടിച്ച് ഭീകരമായി തല തകർത്ത് താഴെയിടുന്നു. അപ്പോൾ അടുത്ത കടന്നു വരുന്നയാൾ ഒട്ടും പിന്മാറാതെ വീണ്ടും മുന്നോട്ടാണ്. അങ്ങനെ ബ്രിട്ടീഷ് പോലീസുകാർ, ആ പത്രപ്രവർത്തകർ പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധീരമായ സമരമുന്നേറ്റം കാണുകയാണ്. ആയിരക്കണക്കിന് മനുഷ്യർ മർദ്ദനം ഏറ്റുവാങ്ങും എന്ന ഉറപ്പോടെ, തങ്ങൾ മരണമടഞ്ഞേക്കാം എന്ന ഉറപ്പോടെ, എന്നാൽ തങ്ങളുടെ ജീവിതമാകമാനം ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് സത്യവും അഹിംസയുമാണ് എന്ന് പറഞ്ഞ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി തടർന്നു വീഴുന്ന ദൃശ്യങ്ങളാണ് അവിടെ കണ്ടത്. അവസാനം പോലീസ് മർദ്ദനം അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ദണ്ഡിയാത്രയിലൂടെ ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച അതാണ് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന, ഏറ്റവും നിസ്സാരമായ വസ്തുവാണെന്ന് സാധാരണക്കാർ ഏവരും കരുതുമെങ്കിലും മനുഷ്യനെ ഏറ്റവും സ്വാധീനിക്കുന്ന വിഷയത്തിൽ സമരം ചെയ്യുക. പ്രക്ഷോഭങ്ങളുടെ അടിസ്ഥാനം അതായിരിക്കണം. മനുഷ്യനെ ബാധിക്കുന്നത് എന്താണോ ജനകീയ വിഷയങ്ങളായിരിക്കണം പ്രക്ഷോഭത്തിൻ്റെ വിഷയമായി തീരുമാനിക്കേണ്ടത്. ആ പ്രക്ഷോഭത്തിൻ്റെ വിഷയങ്ങളിൽ സമരം ചെയ്യുമ്പോൾ നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് അഹിംസയാണ്, സഹനമാണ്. 78 മനുഷ്യർ മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെയുള്ള ദിവസം 297 കിലോമീറ്ററോളം നടന്ന് ദണ്ഡി കടപ്പുറത്ത് ചെന്ന് ഒരു പാത്രത്തിൽ കടൽവെള്ളം എടുത്ത് കുറുക്ക് ഉപ്പാക്കി മാറ്റിയപ്പോൾ അവിടെ വെല്ലുവിളിക്കപ്പെട്ടത് ബ്രിട്ടീഷ് സാമ്രാജ്യമാണ്. ഹിംസയുടെ ഏറ്റവും വലിയ പ്രതീകമാണ്. അപ്പോൾ അഹിംസ കൊണ്ട് ഹിംസയെ കീഴടക്കിയ മഹാത്മജിയുടെ സ്മരണകൾ ഇരമ്പുന്ന ഈ ദിവസത്തിലാണ് ഈ ഒരു മഹത്തായ പരിപാടി നടത്തുന്നത്. ഇത് സംഘടിപ്പിച്ച KPCC ഗാന്ധി ദർശൻ സമിതിയെ പ്രത്യേകമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു. ഈ യാത്രയ്ക്കും ഗാന്ധിജിക്കും പ്രസക്തി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം ഗാന്ധിയുടെ ശത്രുക്കൾ, ഗാന്ധിജിയെ ചരിത്രത്തിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഗാന്ധിജി പ്രതിദാനം ചെയ്ത സത്യത്തിൻ്റെയും അഹിംസയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും വിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഇന്ന് രാജ്യത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ മതങ്ങളെ വിഭജിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമം നടക്കുന്നു. കുറച്ചു മുമ്പ് ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് RSSൻ്റെ മുഖപത്രമായിരിക്കുന്ന ഓർഗനൈസറിൽ അവർ ലേഖനം പ്രസിദ്ധീകരിക്കുന്നു.
ഓർഗനൈസറിൽ അവർ പറയുന്നത് ഇന്ന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭൂവുടമകളായി നിൽക്കുന്ന ഒരു മതവിഭാഗം ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് ആ ക്രിസ്ത്യാനികളിൽ നിന്നും ഭൂമി പിടിച്ചെടുക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ്. ആദ്യം അവർ മുസ്ലിങ്ങളെ തേടിയെത്തി. വഖഫ് ബില്ലിൻ്റെ പേരിൽ ഇവിടെ മുസ്ലിം ജനവിഭാഗങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമം നടത്തുന്നവർ ഇന്നവർ പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഭൂമി പിടിച്ചെടുക്കണമെന്നാണ്. എന്തിലേക്കാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? അപ്പോൾ ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ എതിർത്തവർ ഗോഡ്സെ ആത്മീയ പിതാവായി ഇന്നും ആഘോഷിക്കുന്നവർ, മനസ്സിൻ്റെ ഉള്ളിൽ പ്രജ്ഞാസിംഗ് ഠാക്കൂറിനെ പോലെയുള്ള BJP MP ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിച്ചത് ഗോഡ്സെ മഹാനാണെന്നാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ശക്തികളെ ഉയർത്തിപ്പിടിക്കുന്നവർ, ഗാന്ധി പ്രതിദാനം ചെയ്ത അഹിംസയുടെയും സത്യത്തിൻ്റെയും അനശ്വരമായ മൂല്യങ്ങളെ തള്ളിപ്പറയുന്നവർ, അവർ ശക്തി പ്രാപിക്കുന്ന, അവർ രാജ്യം ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെ തിരുത്തുവാൻ, ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൻ്റെ പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കാൻ, ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ ചരിത്രത്തെ പുതിയ തലമുറയെ ഓർമ്മപ്പെടുത്തുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ സംരക്ഷിക്കുവാൻ ഈ ഗാന്ധി യാത്രയുടെ പുനരാവിഷ്കരണം ഒരു നിദാനമായി മാറട്ടെ, അതൊരു പ്രതീകമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. എല്ലാ രീതിയിലും ഇന്ത്യയുടെ വികസനത്തെ തുരങ്കം വെച്ച ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ആരും പ്രതീക്ഷിക്കാതെ ഭരണം മഹാത്മാഗാന്ധിയുടെ കയ്യിലേക്കാണ് കൈമാറിയത്. അന്ന് തൊഴിലുകൾ ഇന്ത്യക്കാർ ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നു. അതിൻ്റെ നാന്ദിയായിട്ടാണ് മധുരയിലെ കൈത്തറി തൊഴിലാളികൾ, നെയ്ത്ത് തൊഴിലാളികളുടെ വിരലുകൾ വരെ വെട്ടിമുറിച്ച സംഭവം. ദീർഘമായ ഒരുപാട് കഥകൾ അതിൻ്റെ പിന്നിൽ ഉണ്ടായത്. ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ആ ഓർമ്മ പുതുക്കുന്നത് വരും തലമുറയ്ക്കും ഈ തലമുറയ്ക്കും ഒരു വലിയ അനുഭവം തന്നെയായിരിക്കും. അതിനുവേണ്ടി ശ്രമിക്കുന്ന ഗാന്ധി ദർശൻ സമിതിയുടെ എല്ലാ ഭാരവാഹികളെയും KPCCക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. रघुपति राघव राजा राम, पतित पावन सीताराम। रघुपति राघव राजा राम, पतित पावन सीताराम। सीताराम सीताराम, भज प्यारे तू सीताराम। सीताराम सीताराम, भज प्यारे तू सीताराम। ईश्वर अल्लाह तेरे नाम, सबको सन्मति दे भगवान। ईश्वर अल्लाह तेरे नाम, सबको सन्मति दे भगवान। रघुपति राघव राजा राम, पतित पावन सीताराम। रघुपति राघव राजा राम, पतित पावन सीताराम। सीताराम सीताराम, भज प्यारे तू सीताराम। सीताराम सीताराम, भज प्यारे तू सीताराम। ईश्वर अल्लाह तेरे नाम, सबको सन्मति दे भगवान। ईश्वर अल्लाह तेरे नाम, सबको सन्मति दे भगवान। रघुपति राघव राजा राम, पतित पावन सीताराम। रघुपति राघव राजा राम, पतित पावन सीताराम। सीताराम सीताराम,
सीताराम 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 भज प्यारे तू सीताराम। ईश्वर अल्लाह तेरे नाम सबको सन्मति दे भगवान। ईश्वर अल्लाह तेरे नाम सबको सन्मति दे भगवान। रघुपति राघव राजा राम पतित पावन सीताराम। 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 മാസം 5-ാം തീയതിയാണ് ദണ്ഡിക്കടപ്പുറത്ത് എത്തിച്ചേർന്നത്. അന്നേ ദിവസം മഹാത്മാഗാന്ധി അവിടെ ഒരു വീട്ടിൽ താമസിക്കുകയും ആ വീട് ഇന്ന് ഒരു ചരിത്ര സ്മാരകമായി സൈഫുദ്ദീൻ ഹാജിയുടെ വീട് നിലനിൽക്കുകയും ചെയ്യുകയാണ്. അതനുസരിച്ച് പിറ്റേ ദിവസം 6-ാം തീയതി ഏപ്രിൽ 6-ാം തീയതിയാണ് ദണ്ഡി കടപ്പുറത്തിറങ്ങി മഹാത്മാഗാന്ധി കുളിച്ച് വെള്ളമെടുത്ത് കരയിൽ കൊണ്ടുവന്ന് കുറുക്കി ഉപ്പുണ്ടാക്കിയത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് 5-ാം തീയതി ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരിപാടിയുടെ തുടർച്ചയായി നാളെ രാവിലെ 8 മണിക്ക് കടലിൽ പോയി വെള്ളമെടുത്ത് ഈ കരയിൽ കൊണ്ടുവന്ന് കൃത്യം 8:30 കാച്ച് ഉപ്പെടുക്കുന്ന പരിപാടി നാളെ VM സുധീരൻ മുൻ KPCC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യും. ഇന്നിവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെ എനിക്കറിയാം. 8 കിലോമീറ്ററോളം നടന്ന് വളരെ അവശരായിട്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ 5-ാം തീയതി നമുക്ക് ഇവിടെ വച്ച് നമ്മുടെ ഇന്നത്തെ യാത്രാ പരിപാടി അവസാനിക്കുകയാണ്. നാളെ രാവിലെ നമ്മൾ ഇവിടെ വീണ്ടും ഒത്തുകൂടി ഈ കടപ്പുറത്ത് പോയി വെള്ളം ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കുന്ന പ്രത്യേക പന്തലിൽ കൊണ്ടുവന്ന് ഉപ്പ് കുറക്കുന്ന പരിപാടി രാവിലെ കൃത്യം 8:30 ആരംഭിക്കും. 8 മണിക്കാണ് നമ്മൾ കടലിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇന്ന് കടലിലേക്ക് പോകേണ്ട കാര്യമില്ല. എല്ലാ ആളുകളും ഇവിടെ കൂടി ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ പരിപാടി പര്യവസാനിക്കുന്നതാണ്. ഭാരതത്തിന്റെ ഐക്യത്തിന് വേണ്ടിയും അഖണ്ഡതയ്ക്ക് വേണ്ടിയും വർഗീയതയ്ക്കെതിരായും ഉള്ള പോരാട്ടത്തിൽ മഹാത്മജിയുടെ പാത പിന്തുടർന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുവാൻ വേണ്ടി പടപൊരുത്തുമെന്നും ഈ രാജ്യത്ത് നടക്കുന്ന കൊള്ളയ്ക്കും അനീതിക്കും എതിരായ പോരാട്ടത്തിൽ അണിചേരുമെന്നും മഹാത്മജിയുടെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, മഹാത്മാ ഗാന്ധി കി, മഹാത്മാ ഗാന്ധി കി, മഹാത്മാ ഗാന്ധി കി. रघुपति राघव राजा राम पतित पावन सीताराम। रघुपति राघव राजा सीताराम सीताराम भज प्यारे तू सीताराम। ईश्वर अल्लाह तेरे नाम सबको सन्मति दे भगवान।
अल्लाह तेरे नाम सबको पतित पावन सीताराम सीताराम भज प्यारे तू सीताराम ईश्वर अल्लाह तेरे नाम सबको सन्मति दे भगवान। ईश्वर अल्लाह तेरे नाम सबको सन्मति दे भगवान। रघुपति राघव राजा राम पतित पावन सीताराम। ഭാരതീയ ജനതയെ സംബന്ധിച്ചിടത്തോളം മറക്കുവാൻ കഴിയാത്ത ഒരു ദിനമാണ്. ഇന്ത്യയുടെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി നടത്തിയ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലെ ഏറ്റവും അതിനിർണായകമായ ചരിത്ര മുഹൂർത്തം കുറിച്ച ദിവസമാണ് ഇന്ന്. നമുക്കറിയാം, ഞാൻ ദീർഘമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമ്മുടെ പരിപാടി വളരെ പെട്ടെന്ന് തീർക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നു. 1930 മാർച്ച് മാസം 12-ാം തീയതി സബർമതി ആശ്രമത്തിൽ നിന്ന് മഹാത്മാഗാന്ധി ദണ്ഡിയിലേക്ക് മാർച്ച് നടത്തി. ആ മാർച്ച് 24 ദിവസം 241 കിലോമീറ്റർ പിന്നിട്ടുകൊണ്ട്, മൈലുകൾ പിന്നിട്ടുകൊണ്ട് 61 വയസ്സ് പ്രായമുള്ള 41 കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന മഹാത്മാഗാന്ധിയും 78 അനുയായികളും ഏപ്രിൽ മാസം 5-ാം തീയതി ദണ്ഡിക്കടപ്പുറത്ത് എത്തിച്ചേർന്നു. അന്നവിടെ ഒരു വസതിയിൽ വിശ്രമിച്ച് പിറ്റേ ദിവസം രാവിലെ 8:30 ഉപ്പ് കുറുക്കുന്നതിന് വേണ്ടി ദണ്ഡിക്കടപ്പുറത്ത് എത്തിച്ചേർന്നു. ഇന്ന് നമ്മുടെ ആ വാർഷികത്തിൻ്റെ 95-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതേ പുനരാവിഷ്കാരം നടത്തിക്കൊണ്ട് 8 കിലോമീറ്റർ അകലെയുള്ള രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ഇന്നലെ 78 സന്നദ്ധഭടന്മാരും ഗാന്ധിയുടെ പ്രതീകാത്മകമായ രൂപവും ഉൾപ്പെടെ ഈ വീതികളിലൂടെ കടന്നു വന്ന് ഇന്നലെ നമ്മളിവിടെ യാത്ര അവസാനിപ്പിച്ചു. ഇന്ന് നമ്മൾ രാവിലെ കൃത്യം 8:15 ആ കടപ്പുറത്തേക്ക് പോയി. നമ്മുടെ കൂടെ നമ്മളെ നയിക്കാനുണ്ടായിരുന്നത് ബഹുമാനനായ ശ്രീ VM സുധീരൻ അവർകളും അതോടൊപ്പം തന്നെ ഡോക്ടർ N രാധാകൃഷ്ണനും ടി ശരചന്ദ്ര പ്രസാദ് XMLA അടക്കമുള്ള ആളുകളാണ്. VC കബീർ മാഷും അടക്കമുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും ഗാന്ധിയൻ തത്വചിന്തകൾ പുലർത്തുന്നവരും ഗാന്ധിയൻ പ്രവർത്തനങ്ങൾ നടത്തുന്നവരും ആയതുകൊണ്ട് അതിനകത്തൊരു ലെവലേശം വിട്ടുവീഴ്ച, ആ കൃത്യതയിൽ, ആ നടപടിക്രമങ്ങളിൽ വിട്ടുവീഴ്ച കാണിക്കാൻ അനുവദിക്കാതെ 8:15 കടപ്പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് വെള്ളമെടുത്ത് 8:30 കൃത്യം 8:30 മണി, ഞാൻ വാച്ച് നോക്കുകയായിരുന്നു, കൃത്യം 8:30 മണിക്ക് നമ്മൾ ആ തീ പകരുന്നത് ശ്രീ VM സുധീരൻ സാർ തീ പകർത്തുകയാണ്. അതിന് സാന്നിധ്യമായി ഏറ്റവും ഗാന്ധിയൻ പ്രവർത്തനം, ഗാന്ധി സ്മാരക നിധിയുടെ കേരളത്തിന്റെ ചെയർമാൻ, അതോടൊപ്പം തന്നെ ഡൽഹിയിലെ ഗാന്ധി സ്മാരകത്തിന്റെ
ചെയർമാനായിരുന്നു. അതോടൊപ്പം തന്നെ ഗാന്ധിയൻ യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനൊക്കെ ആയിരുന്നു ശ്രീ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ സാറ്, മറ്റ് VC കബീർ മാസ്റ്റർ അടക്കമുള്ള ഗാന്ധിയൻ നേതാക്കന്മാർ. അതിൻ്റെ അത് അക്ഷമരായി ആ ഏകദേശം നമുക്ക് അറിയാം 3/4 മണിക്കൂർ നമുക്ക് ആ സമയമെടുത്തു ആ ഉപ്പ് കുറി കിട്ടുന്നതിന് വേണ്ടി, ആ പരലാകെ കിട്ടുന്നതിന് വേണ്ടി. എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ VM സുധീരൻ അടക്കം, അതോടൊപ്പം തന്നെ ശ്രീ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ സാർ അടക്കം, ഇതിന്റെ കേന്ദ്രീയ ദർശൻ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VC കബീർ മാസ്റ്റർ അടക്കം, അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അമ്പറ നാരായണനും നദിര സുരേഷും പള്ളിക്കാവൽ മോഹനും, അതോടൊപ്പം നമ്മുടെ സുഭാഷും, നമ്മുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സേവ്യർ ലോപ്പസും, കടകംപള്ളി ഹരിദാസും അടക്കമുള്ള മുഴുവൻ പേരെയും ഞാൻ എല്ലാവരുടെയും പേര് എടുത്ത് പറഞ്ഞതായി കരുതിക്കൊണ്ട് മുഴുവൻ പേരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന് ആമുഖ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഗാന്ധി ദർശൻ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് മുൻ മന്ത്രി കൂടിയായ ആരാധ്യനായ ശ്രീ VC കബീർ മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുക. മഹാത്മാഗാന്ധിയുടെ കൂടെ നടന്ന് ദിവസങ്ങളോളം മൈലുകളോളം നടന്ന് അവർ ചെന്ന് വീണത് ക്രൂരമായ പട്ടാള മർദ്ദനത്തിലാണ് അവർ ചെന്ന് വീണത്. എത്ര പേർ മരിച്ചു എന്ന് ഇന്നും പറയാൻ കഴിയില്ല. എന്നെ വേദനിപ്പിച്ചൊരു കാര്യം, വെടികൊണ്ട് ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ കടലിലേക്ക് ചാടി, ഉപ്പുവെള്ളത്തിലേക്കാണ് വെടികൊണ്ട് ചാടിയത്. അവർ കയറി വരുമ്പോൾ വീണ്ടും വെടിവെച്ച് കടലിലേക്ക് തന്നെ മഹാഭാവികളായ ബ്രിട്ടീഷ് പട്ടാളക്കാർ വെടിവെച്ച് അവരെ കടലിലേക്ക് തള്ളി. അവരുടെ ചിത്രമാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. രണ്ടാമത്തെ സമരത്തിൽ സ്ത്രീകളാണ് മഹാത്മാഗാന്ധിക്ക് കരുത്തേകി ലോക ജനതയുടെ മനസ്സുണർത്തിക്കൊണ്ട് സമരപരിപാടിയിലേക്ക് മുമ്പോട്ട് വന്നത്. അവരെയും ബ്രിട്ടീഷ് പട്ടാളം അടിച്ചമർത്തി പപ്പടമാക്കി കളയും. ഇതിനെ എല്ലാം നമ്മൾ ഓർമ്മിക്കുകയാണ്. ഞങ്ങളിന്ന് കുറേ പേർ വന്നു, അധികം പേരും 50 വയസ്സ് കഴിഞ്ഞവരാണ്. പുതിയ തലമുറയ്ക്ക് ഗാന്ധിജി അറിയില്ല. കറൻസി നോട്ടിൽ കാണുന്ന ഫോട്ടോ അല്ലാതെ അവർ ഗാന്ധിജിയെക്കുറിച്ച് പഠിച്ചിട്ടില്ല, പഠിപ്പിക്കുന്നില്ല. ഇപ്പോഴത്തെ ഗവൺമെൻറ്റുകളാണെങ്കിൽ ഗാന്ധിജിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ ചരിത്രം തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗാന്ധി ദർശൻ സമിതി കേരള മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കുട്ടികളുടെ കൂടി സംഭാവനയോടുകൂടി ഗാന്ധി പ്രതിമ സ്ഥാപിക്കണം എന്നാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ള നിവേദനം. ഞാൻ മിസ് സുധീറിനോട് സംസാരിച്ചിട്ടുണ്ട്. അടുത്ത അസംബ്ലി കൂടുന്ന സമയത്ത് അതിനെ സംബന്ധിച്ച് സമര പരിപാടികളിലായി ഞങ്ങൾ മുമ്പോട്ട് പോകും. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അത്യുജ്വലമായ അധ്യായമാണ് ഉപ്പു സത്യാഗ്രഹം. ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന സമീപനത്തിൽ കാതലായ മാറ്റമാണ്. 1885 ഡിസംബർ 28 രൂപം കൊണ്ട കോൺഗ്രസ്, A.O. ഹ്യൂമൻ്റെ അധ്യക്ഷതയിൽ നേതൃത്വത്തിൽ രൂപപ്പെട്ട കോൺഗ്രസ് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു നിവേദക സംഘം എന്ന നിലയിലാണ് ആദ്യകാലഘട്ടത്തിൽ പ്രവർത്തിച്ചത്. അതിനുശേഷം ഗാന്ധിജി 1915 ബ്രിട്ടീഷ് ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയെ കാണുക, ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങൾ പഠിക്കുക, അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിക്ക് നൽകിയ നിർദ്ദേശം. തുടർന്ന് ഗാന്ധിജി ഇന്ത്യയെ അടുത്തറിഞ്ഞ് ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. അദ്ദേഹം ചമ്പാരനിലെ നീലം കർഷക സമരങ്ങളിൽ ഇടപെട്ടു. സർവ്വവിധ ചൂഷണങ്ങൾക്ക് വിധേയരായ നീലം കർഷകർക്ക് ആശ്വാസം പകർന്നു. ഗുജറാത്തിലെ ഏതയിൽ ദുരിതമനുഭവിക്കുന്ന ചൂഷണ വിധേയരായ കർഷകരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ശക്തമായി ഇടപെട്ടു. സർദാർ വല്ലഭായ് പട്ടേലിനോടൊപ്പം പ്രവർത്തിച്ചു. അവിടെയും മാറ്റങ്ങളുണ്ടായി. പിന്നീട് അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. തുണിമിൽ മുതലാളിമാരുടെ സർവ്വവിധ ചൂഷണങ്ങൾക്ക് വിധേയരായിരുന്ന തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്തണം,
അവർക്ക് നേരെയുള്ള അനീതി അവസാനിപ്പിക്കണം എന്ന് ന്യായമായി അദ്ദേഹം തൊഴിൽ മുതലാളിമാരോട് ആവശ്യപ്പെട്ടു. അവരത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. തൊഴിലാളികൾ സമരത്തിലേക്ക് നീങ്ങി, ഗാന്ധിജി നിരാഹാരത്തിലേക്ക്. അവസാനം ഗാന്ധിജിയുടെ ധാർമ്മികമായ ശക്തിക്ക് മുന്നിൽ അവർക്ക് വഴങ്ങേണ്ടി വന്നു. പിന്നീട് ബ്രിട്ടീഷ് ഭരണകൂടം റൗലറ്റ് ആക്ടുമായി, കിരാത നിയമമായ, കാട്ടു നിയമമായ റൗലറ്റ് ആക്ടുമായി മുന്നോട്ട് വന്നു. ശക്തമായി അതിനെതിരെ പടപൊരുതി. അതിനെതിരെ പ്രവർത്തിച്ച നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജാലിയൻവാലാബാഗിൽ ജനങ്ങൾ ഒന്നിച്ചണിചേർന്നു. അവരുടെ നേരെ, നിസ്സഹായരായ ജനങ്ങളുടെ നേരെ, പ്രതിഷേധവുമായി തീർന്ന ജനങ്ങളുടെ നേരെ ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിൽ വെടിയുണ്ട് ഉതിർത്തു. ജാലിയൻവാലാബാഗ് ഒരു കൂട്ടക്കൊലയുടെ കേന്ദ്രമായി മാറി. ശക്തമായ പ്രതിഷേധം ഉയർന്നു. ആദ്യത്തെ ഹർത്താലിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. നിസ്സഹകരണ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോയി. ഏത് സമരവും അഹിംസയിലധിഷ്ഠിതമായിരിക്കണം, അക്രമരഹിതമായിരിക്കണം എന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ചൗരയിൽ പ്രതിഷേധിക്കുന്ന ജനത പോലീസുകാർക്കെതിരെ ശക്തമായി പോലീസുകാരെ ജീവനോടെ കത്തിച്ചു. അത് സമരം അക്രമാസക്തമായപ്പോൾ നിസ്സഹകരണ സമരത്തിൽ നിന്നും താൽക്കാലികമായി ഗാന്ധിജി പിൻവാങ്ങി. പിന്നീട് സിവിൽ ഡിസൊബീഡിയൻസ് പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോയി. ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പരിഹരിക്കാൻ, സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന ദുരാചാരങ്ങൾ, അനാചാരങ്ങൾ ഇല്ലാതാക്കാൻ ശക്തമായി പൊരുതി. കാക്കിരടയിൽ ചേർന്ന 1923 കാക്കിരടയിൽ ചേർന്ന കോൺഗ്രസ് അയിത്താചരണത്തിനെതിരെ, അനീതിക്കെതിരെ, സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി, ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പടപൊരുതാൻ തീരുമാനമെടുത്തു. അതിൻ്റെ ഭാഗമായി വൈക്കം സത്യാഗ്രഹം, പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹം, അതിൻ്റെ എല്ലാം ഫലമായി ക്ഷേത്രപ്രവേശന സ്വാതന്ത്ര്യം, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, അതെല്ലാം പിൽക്കാലത്ത് അനുവദിക്കപ്പെട്ടു. രാജ്യത്തെ സാമൂഹ്യ ചലനങ്ങളിൽ നിർണായകമായ പങ്കാണ് ഗാന്ധിജിക്ക്. ഇതിനിടയിലാണ് ബ്രിട്ടീഷ് ഭരണകൂടം അമിതമായ നികുതി ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചത്. ഉപ്പിന് നികുതി. നമുക്കറിയാം, ഇന്ത്യയിലെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വസ്തുവാണ് ഉപ്പ്. ഏറ്റവും വലിയ സമ്പന്നന്മാർ മുതൽ പാവപ്പെട്ടവർ വരെ ഉപയോഗിക്കുന്നതാണ് ഉപ്പ്. ഉപ്പ് നികുതി എല്ലാവരെയും ബാധിക്കും. ഗാന്ധിജിയുടെ ഓരോ സമരമുറകളും പ്രതീകാത്മകമായിരുന്നു, അക്രമരഹിതമായിരുന്നു. അദ്ദേഹം ഉപ്പ് നികുതി വർദ്ധിപ്പിച്ചതിനെതിരെ സമരരംഗത്ത് വന്നു. ഏത് സമരവും ആരംഭിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം, അവർക്ക് അത് പരിഹാരമുണ്ടാക്കണം എന്നവരോട് ആവശ്യപ്പെടുക എന്നുള്ളത് ഗാന്ധിജിയുടെ രീതിയായിരുന്നു. അന്നത്തെ വൈസ്രോയ് ഇർവിൻ പ്രഭുവിന് അദ്ദേഹം കത്തെഴുതി. നിർഭാഗ്യവശാൽ വളരെയേറെ നിഷേധാത്മകമായ സമീപനമായിരുന്നു. ഗാന്ധിജി കത്തെഴുതി, അദ്ദേഹത്തിന് നേരിട്ട് മറുപടി കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി, ഇർവിൻ പ്രഭുവിൻ്റെ സെക്രട്ടറി, അദ്ദേഹത്തിന് ഗാന്ധിയുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് പരിതാപകരമാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മറുപടി കത്തയച്ചു. ഗാന്ധിജി അന്ന് പറഞ്ഞ വാക്കുകൾ എത്രയോ ശ്രദ്ധേയമാണ്. രണ്ട് കാലും രണ്ട് മുട്ടും കുത്തി ഞാൻ അഭ്യർത്ഥിച്ചു, അപ്പത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചു. പക്ഷേ വൈസ്രോയ് അധികാരികളുടെ ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടിയത് കല്ലാണ്. ശക്തമായ സമരത്തിന് ആഹ്വാനം ചെയ്തു. ദണ്ഡി യാത്ര അദ്ദേഹം ആവിഷ്കരിച്ചു. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തക സമിതി ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. ഗാന്ധിജി ഏത് സമരവും ഏത് രീതിയിലും ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് നൽകി. ഗാന്ധിജിയാണ് ദണ്ഡി യാത്ര നിശ്ചയിക്കുന്നത്. നേരത്തെ ഇവിടെ പരാമർശിച്ച പോലെ സബർമതി ആശ്രമത്തിൽ നിന്നും 78 പേർ, ഗാന്ധിജി ഉൾപ്പെടെ 79 പേർ ദണ്ഡിയിലേക്ക് മാർച്ച് ചെയ്തു. 24 ദിവസം നീണ്ടുനിന്ന യാത്ര, 241 മൈലുകൾ, നാഴികകൾ പിന്നിട്ട യാത്ര. ആ യാത്ര ഗാന്ധിജിയുടെ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ ആവേശവും ആരവവും ഉയർന്നു. ബ്രിട്ടീഷ് ഭരണകൂടം അവഗണിച്ചു തള്ളിയതായിരുന്നു ഗാന്ധി സമരത്തെ, ഉപ്പ് സത്യാഗ്രഹത്തെ, ഗാന്ധിജിയുടെ നീക്കങ്ങളെ. പക്ഷേ സമരാവേശം രാജ്യത്താകെ വലിയ ആവേശമാണ് വളർത്തിയത്. പരിഭ്രാന്തരായ ബ്രിട്ടീഷ് ഭരണകൂടം
ദണ്ഡി യാത്രയ്ക്ക് മുമ്പ് സർദാർ വല്ലഭായ് പട്ടേലിനെ അറസ്റ്റ് ചെയ്തു. പക്ഷേ അതെല്ലാം സമരവീര്യം ജ്വലിപ്പിച്ചു. ശക്തമായ സമരം ഗാന്ധിജി ഓരോ ദിവസവും നിശ്ചിത സമയം അദ്ദേഹം നടന്നു. 61 വയസ്സ് പ്രായമുള്ള ഗാന്ധിജി. അതിൽ ചെറുപ്പക്കാരുണ്ടായിരുന്നു, നാനാജാതി മതസ്ഥരുണ്ടായിരുന്നു, കേരളീയരുണ്ടായിരുന്നു. നമുക്കറിയാം സി കൃഷ്ണൻ നായർ, ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന മലയാളിയാണ് സി കൃഷ്ണൻ നായർ. അദ്ദേഹം അതിനകത്തുണ്ടായിരുന്നു. തിരുവനന്തപുരത്തുകാരനായ നാം ആദരിക്കുന്ന പൊന്നറ ശ്രീധർ ദണ്ഡി യാത്രയിലുണ്ടായിരുന്നു. നമ്മുടെ ദേശമംഗലത്തുകാരനായ ശങ്കർജി, മായന്നൂർകാരനായ കേരള നിയോജകമണ്ഡലത്തിലെ മായന്നൂർ സ്വദേശിയായ ശങ്കർജി ആ സമരത്തിലുണ്ടായിരുന്നു. അതുപോലെ പല സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഏതായാലും ദണ്ഡി യാത്ര വിജയകരമായി 5-ാം തീയതി ഏപ്രിൽ 5-ന് ദണ്ഡിയിലെത്തി. ഏപ്രിൽ 6-ന് രാവിലെ എല്ലാവരും പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞ് 8:30 മണിക്ക് കടപ്പുറത്തെത്തി. ഗാന്ധിജി 8:30 മണിക്ക് കടലിൽ നിന്നും അന്നവിടെ ഉപ്പ് സമൃദ്ധമായിക്കൊണ്ട് ഉപ്പ് കോരിയെടുക്കുകയായിരുന്നു. അങ്ങനെ ഉപ്പ് കോരിയെടുത്തു. നിയമലംഘനം നടത്തി. ശക്തമായ നിയമലംഘനം. ബ്രിട്ടീഷ് സർക്കാരാകെ പരിഭ്രാന്തരായി. ഗാന്ധിജി ഒരു കാര്യം പറഞ്ഞു, ഒരു പക്ഷേ ഈ സമരം എൻ്റെ അവസാനത്തേതായിരിക്കാം. അതുകൊണ്ട് ഈ സമരത്തിൽ ഞാൻ എൻ്റെ പിൻഗാമിയെ നിശ്ചയിക്കുന്നു. തായർജി എന്ന നേരത്തെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് കീഴിൽ ജഡ്ജിയായിരുന്ന തായർജിയെ തൻ്റെ പിൻഗാമിയായി നിശ്ചയിച്ചു. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട സരോജിനി നായിഡുവിനെ അതിൻ്റെ പിൻഗാമിയായി നിശ്ചയിക്കപ്പെട്ടു. ഗാന്ധിജിയുടെ വാദഗതി വളരെ വളരെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇന്ത്യൻ ജനത ആവേശഭരിതരായി. ഇന്ത്യയിൽ ആകമാനം വലിയൊരു ഉണർവ്, സ്വാതന്ത്ര്യബോധം, അനീതിക്കെതിരായുള്ള പോരാട്ടം. ഗാന്ധിജി ഒരു കാര്യം പറഞ്ഞിരുന്നു, ഉപ്പ് കുറുക്കാൻ സൗകര്യമില്ലാത്ത ആളുകൾ ഒരു കാര്യം ചെയ്യണം, അവർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം, അവർ മദ്യഷാപ്പുകൾ ടിക്കറ്റി നടത്തണം, മദ്യവർജനം മഹാപ്രസ്ഥാനമായി മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വിദേശ വസ്ത്ര ബഹിഷ്കരണം നടത്തണം. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, അക്രമരഹിതമായിരിക്കണം. ഏതു സമരവും എല്ലാം അക്രമരഹിതമായി മുന്നോട്ട് പോകണം. ഏതായാലും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സമരങ്ങളുടെ ഭാഗമായിരുന്നു. പിന്നീട് നമുക്കറിയാം 42-ലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ബ്രിട്ടീഷ് സർക്കാരിന് ഇന്ത്യയിൽ തുടരാൻ കഴിയില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയ ശക്തമായ ജനപ്രതിഷേധം ഉയർത്തിയ ജനകീയ സമരം. ഒരു കാര്യം ഈ അവസരത്തിൽ നാം നോക്കേണ്ടതായിട്ടുണ്ട്. രാജ്യത്ത് സാമൂഹ്യ മാറ്റങ്ങൾ വരുത്തിയത് കോൺഗ്രസ്സാണ്. രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് കോൺഗ്രസ്സാണ്. ആയുധം തുടങ്ങിയ അനാചാരങ്ങൾ ഇല്ലാതാക്കിയത് കോൺഗ്രസ്സാണ്. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം മുന്നോട്ട് നീക്കിയ പ്രസ്ഥാനം കോൺഗ്രസ്സാണ്. അതേസമയം ഇന്ന് അധികാരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇതിലൊന്നും യാതൊരു പങ്കില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 42-ലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ അനുകൂലിച്ചില്ല, ബ്രിട്ടീഷ് ഭരണത്തിന് അനുകൂലമായിരുന്നു. RSS, ഹിന്ദു മഹാസഭ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു. ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗമായിരുന്ന, ഇപ്പോഴും അംഗമായിട്ടുള്ള RSSന് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കുമില്ലായിരുന്നു. രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്, രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചത്, സാമൂഹ്യ സ്വാതന്ത്ര്യത്തിലേക്ക് രാജ്യത്തെ നയിച്ചത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന അഭിമാനബോധത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? നേരത്തെ ഇവിടെ മുദ്രാവാക്യത്തിൽ ശ്രീ ചന്ദ്രനാരായണ മുദ്രാവാക്യത്തിൽ വ്യക്തമാക്കിയതുപോലെ രാജ്യത്ത് വർഗീയത വളർത്തുന്നു, ഒന്നിച്ചു നിൽക്കേണ്ട ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു, ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത അവർ തകർക്കുന്നു. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്ത സാമൂഹ്യ നീതി, മനുഷ്യാവകാശങ്ങൾ, ജനാധിപത്യ വ്യവസ്ഥിതി അതൊക്കെ അട്ടിമറിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു. രാജ്യത്തിൻ്റെ പാർലമെൻറ്റുകൾ, നിയമനിർമ്മാണ സഭകൾ കേവലം നോക്കുകുത്തികളായി മാറുന്ന അവസ്ഥ. പ്രധാനമന്ത്രിയെ വിമർശിക്കുന്ന MP, അത് ആരായാലും, രാഹുൽ ഗാന്ധി ആയാലും ആരായാലും, അവരെ അയോഗ്യത കൽപ്പിച്ച് ലോക്സഭയിൽ നിന്നും പുറത്താക്കുന്ന ഒരവസ്ഥ.
ലോക്സഭയിലെയും രാജ്യസഭയിലെയും ബഹുമാനപ്പെട്ട മെമ്പർമാരെ സസ്പെൻഷനിൽ നിർത്തി നിർണായകമായ നിയമനിർമ്മാണം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു. എന്തിനേറെ ഇപ്പോൾ വർഗീയ കാർഡുമായി ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഓരോ നിയമനിർമ്മാണം തന്നെ ഓരോ വിഭാഗം ജനങ്ങളെ അവരുടെ സുരക്ഷ ഇല്ലാതാക്കുന്നതിന്, അവർക്ക് ഭരണഘടന നൽകുന്ന സുരക്ഷ ഇല്ലാതാക്കുന്നതിന്, ഭരണഘടന നൽകുന്ന എല്ലാ പ്രൊട്ടക്ഷനും ഇല്ലാതാക്കുന്ന തലത്തിലേക്ക് പോകുന്നു. അടുത്ത കാലത്ത് പാർലമെൻറ്റ് കണ്ട നിയമത്തിനെ സംബന്ധിച്ച ഭേദഗതി അതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇത് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ വൈദികരെ അവരുടെ നേരെ അക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇതിനെല്ലാം എതിർക്കുന്നു. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സമ്പത്ത് ഇന്ത്യയിലെ മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരവസ്ഥ. പാവപ്പെട്ടവരുടെ ജീവിതത്തിന് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. പാവപ്പെട്ടവരെങ്ങനെ ജീവിക്കുന്നു എന്ന് ചിന്തിക്കുന്നില്ല. അതേ സമയത്ത് അദാനിമാരും അംബാനിമാരും ശക്തമായി വളരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാജ്യത്തെ സാധാരണക്കാരൻ ഒരു 50,000 രൂപ 1 ലക്ഷം രൂപ വായ്പ എടുത്താൽ സമയത്തിന് തിരിച്ചടച്ചില്ലെങ്കിൽ അവർക്ക് ജപ്തിയാണ്. എത്രയോ കർഷകർ ജപ്തി ഭീഷണിയിൽ ജീവൻ വെടിയേണ്ടി വന്നു. അതേ സമയത്ത് വൻകിട കുത്തകക്കാർ ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്ത് കുടിശ്ശിക വരുത്തിയ 16 ലക്ഷം കോടി രൂപയാണ് നരേന്ദ്രമോദി ഭരണകൂടം കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ എഴുതി തള്ളിയത്. ജനങ്ങൾക്ക് വേണ്ടാത്ത ജനങ്ങളിൽ അമിത സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന നികുതി നിർദ്ദേശങ്ങൾ, ജനങ്ങളുടെ സുരക്ഷ ഇല്ലാതാക്കുന്ന അവസ്ഥ, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന അവസ്ഥ, വർഗീയതയിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ, രാജ്യത്ത് സമാധാനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഗാന്ധിജി വിഭാവന ചെയ്ത അഹിംസയുടെയും സത്യത്തിൻ്റെയും മാനവികതയുടെയും സന്ദേശം കാറ്റിൽ പറത്തി ഗാന്ധി ഘാതകനായ നരേന്ദ്രമോദിയുടെ ആശയങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന നീക്കമാണ് നടക്കുന്നത്. ഇതിനെ എതിർക്കുന്നു എന്ന് പറയുന്ന ഭരണകൂടങ്ങളും നരേന്ദ്രമോദിയുടെ പാതയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അക്രമ രാഷ്ട്രീയം അവർ മുന്നോട്ട് നീക്കുന്നു. മാനവികതയ്ക്ക് യാതൊരു പ്രാധാന്യവും നൽകാത്ത സാഹചര്യം, സാമ്പത്തിക ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു, സമാധാന ജീവിതം ഇല്ലാതാക്കുന്നു. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും സമാഗമം നടത്തിയ ആ ചരിത്ര സംഭവത്തിൻ്റെ 100ാം വാർഷികം രാജ്യം ആഘോഷിക്കുമ്പോൾ, രാജ്യം ആ സന്ദേശം പരത്താൻ ശ്രമിക്കുമ്പോൾ, മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരു സ്വാമികളും ഉയർത്തിയ മദ്യത്തിനെതിരായുള്ള ലഹരിക്കെതിരായിട്ടുള്ള സർവ്വ നീക്കങ്ങളെയും കാറ്റിൽ പറത്തി കേരളത്തെ മധ്യ കേരളമാക്കി മാറ്റിയിരിക്കുന്നു. 29 ബാറുണ്ടായിരുന്നത് 1000-ലധികം ബാറുകളായി മാറ്റിയിരിക്കുന്നു. ഇനിയും പുതിയ മദ്യശാലകൾ അനുവദിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. എന്നിട്ട് സർക്കാർ ലഹരി വിരുദ്ധ നീക്കവുമായി വരുന്നു. ലഹരി വിരുദ്ധ നീക്കം ഇപ്പോൾ നടത്താൻ സർക്കാർ നിർബന്ധിതമായതാണ്. നമുക്കറിയാം, ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ സംവിധാനമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2014 തെരഞ്ഞെടുപ്പ് കാലത്ത് മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ, കഞ്ചാവിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്ന് ജനങ്ങൾക്ക് നൽകിയ ഉറപ്പെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവരെയെല്ലാം വളർത്തുന്നതിന്, മദ്യവ്യാപനത്തിന്, മയക്കുമരുന്ന് വ്യാപനത്തിന്, ലഹരി വ്യാപനത്തിന്, രാസലഹരി വ്യാപനത്തിന് കളമൊരുക്കി എന്നുള്ളതിൻ്റെ ദുരന്തമാണ് ഇന്ന് കേരളം അനുഭവിക്കുന്നത്. ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുസ്വാമികളുടെയും സന്ദേശങ്ങളെ എല്ലാം ജലരേഖകളാക്കി മാറ്റിയിരിക്കുന്നു. ജനങ്ങളുടെ സമാധാന ജീവിതം ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഈ അവസ്ഥയിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വം ഗാന്ധിയൻ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. ഗാന്ധിസം വളർത്താൻ, ഗോഡ്സേയിസത്തിൻ്റെ അപ്രസക്തി തുറന്നു കാണിക്കാൻ, ജനങ്ങളുടെ സമാധാന ജീവിതം നടത്തുന്ന ഗാന്ധിയെ വധിച്ച RSSകാരനായ നാഥുറാം ഗോഡ്സെയുടെ സന്ദേശങ്ങൾ വ്യാപകമാക്കാൻ ശ്രമിക്കുന്ന, ഗോഡ്സെയുടെ പേരിൽ ക്ഷേത്രങ്ങൾ പണിയാൻ ശ്രമിക്കുന്ന, ഗോഡ്സെയിസത്തെ വളർത്താൻ ശ്രമിക്കുന്ന ആ ശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടത്തിന് കളമൊരുക്കാൻ, നേതൃത്വം കൊടുക്കാൻ ഗാന്ധിയൻ പ്രസ്ഥാനത്തിന് സാധിച്ചിരിക്കുന്നു. ഗാന്ധി നയിച്ച ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായതിൻ്റെ 100ാം വാർഷികം രാജ്യം ഇപ്പോഴും ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് കാലത്തിൻ്റെ ആവശ്യമാണ്. എല്ലാ ഗാന്ധിയൻ സമൂഹവും
അക്രമരഹിത സമൂഹത്തെ വിശ്വസിക്കുന്ന എല്ലാവരും, രാജ്യ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരും, സമാധാനം കാക്ഷിക്കുന്നവരും, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അന്തസ്സ് കാത്തുസൂക്ഷിച്ചെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും, ജനാധിപത്യ പുരലമെന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും, മതേതരത്വ പുരലമെന്നാഗ്രഹിക്കുന്ന മുഴുവൻ പേരുടെയും സമ്പൂർണമായ പിന്തുണ ഈ കാര്യത്തിൽ ഗാന്ധി നയിച്ച മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന സന്ദർഭത്തിൽ പറയുന്നു. രാജ്യങ്ങളുടെ ഐൻസ്റ്റീൻ പറഞ്ഞു, ഇതുപോലെ മജ്ജയും മാംസവുമുള്ളൊരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നതായി വരും തലമുറ വിശ്വസിച്ചിരിക്കുന്നു. അത്രയും അത്ഭുതത്തോടു കൂടിയാണ് ഡോക്ടർ ഐൻസ്റ്റീൻ പറഞ്ഞത്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഗാന്ധിയൻ സന്ദേശം തലമുറകളിലേക്ക് പകർന്നു നൽകുക എന്ന ദൗത്യം പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഉപ്പ് സത്യാഗ്രഹം പ്രതീകാത്മകമായി ഗാന്ധി ദർശൻ വേദി ഇന്ന് അവതരിപ്പിച്ചത്. ഇന്നലെ പ്രിയപ്പെട്ട KPCC പ്രസിഡന്റ് ദണ്ഡി യാത്രയെ അനുകരിക്കുന്ന അതിൻ്റെ പ്രതീകമായിട്ടുള്ള ജാഥയെ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇന്ന് നാം എല്ലാവരും ചേർന്ന് ഉപ്പുകൂടി ഗാന്ധിയൻ സന്ദേശങ്ങൾ നീണാൾ വാഴട്ടെ, രാജ്യത്തുടനീളം പുലരട്ടെ, അതിനുള്ള ചാലക ശക്തിയായി ഗാന്ധിയൻ പ്രസ്ഥാനങ്ങൾ മാറട്ടെ എന്ന പ്രത്യാശയോടുകൂടി ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഇതിൽ നേതൃത്വം കൊടുത്ത PC കബീർ മാസ്റ്ററെയും കമ്പർ നാരായണനെയും മറ്റ് സഹപ്രവർത്തകരെയും രാധാകൃഷ്ണനെയും ഒരിക്കൽ കൂടി ആർദ്രമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി പങ്കെടുത്ത പ്രതീകാത്മകമായി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ചെയർമാൻ നമ്മുടെ സംഘടനയ്ക്ക് ഗാന്ധി സ്മാരക നിധിയിലുള്ള ഒരു അപ്രമാദിത്വം ശ്രീ രാധാകൃഷ്ണൻ സാർ വന്നതിന് ശേഷം കൂടുതലാണ്. അദ്ദേഹത്തിന് ഞങ്ങളോട് കാണിക്കുന്ന ഒരു സ്നേഹവും ഞങ്ങളോട് കാണിക്കുന്ന ഒരു താല്പര്യവുമല്ല, ഞങ്ങൾ ബഹുമാന പുരസ്സരം ഓർമ്മിക്കുകയാണ്. 125 പുസ്തകങ്ങളുടെ രചന നടത്തിയ, ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചെയർമാനായിരുന്ന, ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളുമായി ജീവിതകാലം മുഴുവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ഡോക്ടർ N. രാധാകൃഷ്ണൻ സാർ ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുക. വളരെ വിശദമായി നമുക്ക് നൽകിയ ആദരണീയനായ ശ്രീ സുധീർ അവരുടെ ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ഗാന്ധി ദർശൻ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, ആദരണീയനായ ശരത്ചന്ദ്ര പ്രസാദ് അവർ, കമ്പർ നാരായണൻ തുടങ്ങിയ മാന്യ വ്യക്തിത്വങ്ങൾ, രണ്ട് കാര്യം മാത്രം. പ്രസംഗിക്കുവാനുള്ള വേദിയല്ല. രാവിലെ 8 മണി മുതൽ നമ്മൾ ഈ വേദിയിലുണ്ട്. ഒന്നിലധികം വേദികളുണ്ട്. ഇന്നലെ രാത്രി ചരിത്രം കുറിച്ച ഒരു മഹാസംഭവമെന്ന് തന്നെ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിലും ഇന്നലെ നടന്ന പരിപാടി, ഇന്ന് നടന്ന ഈ പരിപാടി കേരളം മുഴുക്കെ ഗാന്ധിയൻ പഠനങ്ങളെപ്പറ്റിയും ഗാന്ധിയൻ സന്ദേശത്തിൻ്റെ കാലിക പ്രസക്തിയെപ്പറ്റിയുമെല്ലാം വീടുകളിൽ കുടുംബ സംഗമത്തിൽ കൂടി ഗാന്ധിയൻ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കുന്ന വിപ്ലവാത്മകമായ പരിപാടി KPCC ഈയിടയ്ക്ക് തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളും സജീവമായിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം തെളിവ് കോൺഗ്രസ് പ്രവർത്തകർ ഉഷാറായി, പ്രവർത്തന സന്നദ്ധരായി, വെല്ലുവിളി ഏറ്റെടുക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ള ശുഭോദകമായ കാര്യമാണ്. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇക്കാര്യത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് 2 വാക്ക് പറയട്ടെ. അത് മറ്റൊന്നുമല്ല, ആദരണീയനായ സുധീർജി നിർത്തിയെടുത്ത് ഞാൻ തുടങ്ങുന്നു ഒരു നിമിഷം. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പാഠങ്ങൾ, ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കാലിക പ്രസക്തി എന്ന് പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഒരു പിടി ഉപ്പ് കൈക്കുള്ളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഇത്രത്തോളം മുഖത്തോട് മുഖം കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞു, "His fight is against might." അധാർമിക ഭരണകൂടത്തിനെതിരായുള്ള ജനശക്തിയുടെ സമാഹരണമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. ഒരു ഭരണകൂടം പാർലമെന്റിൽ എത്ര സീറ്റുണ്ട് എന്നുള്ളതിൻ്റെ അല്ല, ഒരു ഭരണകൂടം ജനാധിപത്യ മര്യാദകൾ അവഗണിച്ചുകൊണ്ട് ജനങ്ങളുടെ
ജീവിതത്തിന് ഹാനി വരത്തക്ക തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ധാർമ്മികത ഉയരണം, അതിൻ്റെ പടയോട്ടമാണ് ഇന്നിവിടെ നടക്കുന്നതെന്ന് ഗാന്ധിജി പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഉണരണം. വിവേകാനന്ദജിയുടെ പറഞ്ഞ ആ വാക്കും ഗാന്ധിജി പറഞ്ഞ ഈ വാക്കും കൂടെ പരസ്പര പൂരിതമാണ്. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്തി വരാൻ നിബോധിത. കുതിരകളെ പോലെ അശ്വത്തെ പോലെ കുതിക്കണം. കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് സംഘടന എന്ന് പറയുന്നത് മറ്റെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ പഠിപ്പിച്ച പാഠങ്ങൾ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ആ സംഘടന നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ കാലിക പ്രസക്തി ഉള്ളതാണ്. ഇന്നിവിടെ ഈ പരിപാടി രാവിലെ 8 മണി മുതൽ ഇതുവരെ ഇരുന്ന ഈ പരിപാടിയിലെല്ലാം സജീവമായി പങ്കെടുത്ത നിങ്ങളോട് കൂടുതൽ പറയുന്നത് ഗാന്ധിജിയുടെ അക്രമരാഹിത്യത്തിന് തന്നെ എതിരാണ്. അതുകൊണ്ട് ഞാൻ തുനിയുന്നില്ല. പക്ഷെ ഒരു കാര്യം, നിങ്ങളുടെ ഈ കുടുംബ സംഗമങ്ങളെല്ലാം തന്നെ ഒരു പുതിയ അധ്യായം തുറന്നിരിക്കുന്നു. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ള മഹത്തായ ഗാന്ധിയൻ സന്ദേശത്തിൻ്റെ പുനരാവിഷ്കരണം പലതരത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്ന കർമ്മവീരരായ നിങ്ങളെ എല്ലാവരെയും, നിങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന ഈ വലിയൊരു നേതൃത്വം വരെയാണ് ഈ ഇരിക്കുന്നത്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗാന്ധിമാർഗ പ്രവർത്തകരുടെ പേരിൽ നന്ദി. നമ്മുടെ 80 വയസ്സ് പിന്നിട്ട നസീം ബീബി ഇന്നലെ പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ ശംഖുമുഖം വരെയും ഇന്ന് ഇതുവരെയും ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മഹതിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഒന്ന് ആദരിക്കുന്നത് ശ്രീ എം സുധീരൻ സാർ. കവിത ആലപിക്കുന്നതിന് വേണ്ടി ശ്രീമതി ശ്രീകുമാരി. മുതൽ നിങ്ങളെല്ലാവരും രാത്രി വൈകിയാണ് വീട്ടിൽ പോയത്. പലർക്കും തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഈ സമയം വരെ നല്ല കഠിനമായ വെയിലുണ്ട്. പരിപാടി ഒരുപാട് വിശിഷ്ടാതികളുണ്ട്. പേരെടുത്ത് പറയേണ്ട ആളുകൾ മണക്കാട് ചന്ദ്രൻകുട്ടി അടക്കം ഗാന്ധിയായി യുവ വേഷം ഗാനങ്ങളെ പടർത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട കാർത്തികേയൻ തമ്പി അടക്കം ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകൾ, മണ്ഡലം പ്രസിഡന്റുമാർ ഒക്കെ ഉണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞതായി നമ്മുടെ കുറ്റാട് മണ്ഡലം പ്രസിഡന്റ് ഉണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞതായി അറിയിച്ചുകൊണ്ട് ദേശീയ ഗാനം. ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉൽക്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ തബ ശുഭ നാമേ ധ്യാഹേ तब शुभ आशीष माहे गाहे तब जय गाथा जय गण मंगल दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे जय हिंद जय हिंद।